ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താഹീസ് ബേക്ക് വേൾഡ്. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് എങ്ങനെ ഐസിങ് ഷുഗർ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോയും അതുപോലെ തന്നെ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പ്രിങ്കിൾസ് എങ്ങനെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള വീഡിയോയുമായിട്ടാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഫസ്റ്റ് ഐസിങ് ഷുഗർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ഇതിന് ഞാനിവിടെ 1 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും. ആദ്യം ഈ ഷുഗർ ഒരു മിക്സിയുടെ ഗ്രൈൻഡറിലിട്ട് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കണം. ഇനി അതിലേക്ക് ഈ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും ചേർത്ത് ഒന്നുകൂടി ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം എല്ലാം കൂടി ഒന്ന് നന്നായി യോജിച്ച് കിട്ടിയിട്ടുണ്ട്. 1 കപ്പ് 250 ml കപ്പാണ്. 1 കപ്പ് ഷുഗറിന് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. അത് രണ്ടും കൂടി പൊടിച്ചെടുത്ത് മിക്സാക്കി എടുത്തത്. ഇപ്പോൾ എത്ര കപ്പ് ഐസിങ് ഷുഗർ കിട്ടുന്നുണ്ടെന്ന് നോക്കാം. 1.5 കപ്പിൽ കുറച്ചധികമായിട്ട് ഐസിങ് ഷുഗർ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ ഐസിങ് ഷുഗർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എല്ലാവരും ഇനി ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇനി ഈ ഐസിങ് ഷുഗർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് സ്പ്രിങ്കിൾസ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഇപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഐസിങ് ഷുഗറിൽ നിന്ന് ഒരു 1.25 കപ്പ് ഐസിങ് ഷുഗറാണ് ഞാനിവിടെ എടുക്കുന്നത്. അതിലേക്ക് 1 മുട്ടയുടെ വെള്ളം. ഞാനിതിൽ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ 1 മുട്ടയുടെ വെള്ളം ഉപയോഗിച്ചാണ് ഇവിടെ സ്പ്രിങ്കിൾസ് ഉണ്ടാക്കുന്നത്. ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഐസിങ് ഷുഗർ ഇനി ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം. സാധാരണയായിട്ട് ഈ 1 കപ്പ് പഞ്ചസാരയോട് തയ്യാറാക്കിയിട്ടുള്ള ഐസിങ് ഷുഗറിന് 1 മുട്ടയുടെ വെള്ളം കറക്റ്റ് പാകമാണ്. ചിലപ്പോൾ മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ച് അതിൽ ചെറിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ കുറച്ച് ഐസിങ് ഷുഗർ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഐസിങ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. എന്നാലും ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഐസിങ് ഷുഗർ മുഴുവനായിട്ട് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ വിപ്പ് ചെയ്യുന്നത് കൊടുക്കുന്ന സമയത്ത് നല്ല വിപ്പിംഗ് ക്രീമൊക്കെ ഇതായി വരുന്നത് പോലെ നല്ലൊരു ടൈറ്റായിട്ട് വരണം. ഫ്ലോയിങ് കൺസിസ്റ്റൻസി അല്ലാതെ കുറച്ച് ടൈറ്റായിട്ട് ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. ഇങ്ങനെ കുറച്ചുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, നല്ല ടൈറ്റായിട്ട് വരുന്നത്. ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് ഈ സ്പ്രിങ്കിൾസിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഐസിങ് ഷുഗറും മുട്ടയുടെ വെള്ളയും ലെമൺ ജ്യൂസും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു ചെറിയ ചെറിയ ബോളിലേക്ക് മാറ്റി കൊടുക്കാം. ഓരോ ബോളിലും ഓരോ കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ ബോളിലേക്ക് മാറ്റി കൊടുക്കുന്നത്. എത്ര കളേഴ്സിലാണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ബോൾസിലേക്ക് കുറച്ചായിട്ട് മാറ്റി കൊടുക്കാം. ഞാനിവിടെ 4 കളറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 3 ബോളും 3 ചെറിയ ബോളിലും പിന്നെ 1 മിക്സ് ചെയ്ത ബോളിലേക്കാണ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഫസ്റ്റ് തന്നെ ഒരു ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുക്കാം.
ഇവിടെ ഗ്രീൻ ജെൽ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് പിങ്ക് ജെൽ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം യെല്ലോ ലിക്വിഡ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് വയലറ്റ് കളർ. ഇതിലേക്ക് കുറച്ചുകൂടി കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇന്ന് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മിക്സ് ഓരോ പേപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പേപ്പിംഗ് ബാഗാണ്, സിപ്ലോക്ക് കവർ കൊണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ എല്ലാ കളറിലുള്ള മിക്സും ഓരോ കവറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അറ്റത്ത് ചെറിയൊരു കത്രിക കൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോ കാണുന്നവരിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് തന്നെ അറിയിക്കുക. ഇങ്ങനെ എല്ലാ കളേഴ്സിലുള്ള ലൈൻസും ഇങ്ങനെ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 6 മണിക്കൂർ ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ചെയ്തൊരു 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ തന്നെ ഡ്രൈ ആയതുപോലെ തോന്നും. പക്ഷെ അപ്പോൾ എടുക്കാൻ ശ്രമിക്കരുത്, അപ്പം പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 6 മണിക്കൂറെങ്കിലും ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി വേറൊരു ബട്ടർ പേപ്പർ എടുത്ത് അതിലേക്ക് ഹാർട്ട് ഷേപ്പാണ് ഇവിടെ വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഡിസൈൻ ചെയ്തെടുക്കാം. കുറച്ച് ഹാർട്ട് ഷേപ്പിലുള്ള ഡിസൈൻസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒന്ന് ഒരു 6 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കാം. ഇനി കുറച്ച് സ്റ്റാർ ഷേപ്പിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റാർ ഷേപ്പിൽ വരച്ചു കൊടുത്ത് അതിനുള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. കുറച്ച് വലിയ സ്റ്റാർ ഷേപ്പാണ്. ഇനി ചെറിയ സ്റ്റാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സ്റ്റിക്ക് വെച്ച് സ്റ്റാറിലേക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ആവുമ്പോൾ നല്ല ചെറിയ ചെറിയ സ്റ്റാർസ് കിട്ടും. അങ്ങനെ സ്റ്റാർസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 6 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ കുറച്ച് ഡോട്ട്സ് ഇങ്ങനെ ബട്ടർ പേപ്പറിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഞാൻ ഇന്നലെ രാത്രിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും എല്ലാം നന്നായി സെറ്റായിട്ടുണ്ട്. ഇങ്ങനെ ബട്ടർ പേപ്പർ ഒന്ന് അനക്കുമ്പോൾ തന്നെ എല്ലാം ഇളകി വരുന്നുണ്ട്. കണ്ടില്ലേ? ഇതിനൊരു ബൗളിലേക്ക് മാറ്റാം. വളരെ ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ ഇളക്കി മാറ്റാൻ പറ്റുന്നുണ്ട്. എല്ലാം ഒന്നിങ്ങനെ ഇളക്കി മാറ്റി ബൗളിലേക്ക് മാറ്റാം. ഞാനവിടെ ലൈനായിട്ട് ഡിസൈൻ ചെയ്തതാണ്. അത് ചെറുതായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ ഷോപ്പിൽ പോയി വാങ്ങുമ്പോൾ നല്ല കോസ്റ്റ്ലിയാണ്. ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചെറിയ ചിലവിൽ വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.